ഈ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ഉള്ളത് ആകെ 240 സീറ്റാണ്. അപ്പം അതോടൊപ്പം തന്നെ ആ സർക്കാർ മുന്നോട്ട് പോകുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി തന്നെ വിജയങ്ങൾ വരികയാണ്. അപ്പോൾ നിതീഷ് കുമാറിനും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിനും നരേന്ദ്രമോദിയോടൊപ്പം നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയല്ലേ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ NDA ആണ് നിൽക്കുന്നത്. അവർക്ക് 300-ലധികം സീറ്റുണ്ട്. അപ്പോൾ അവർ സുരക്ഷിതമാണ്. BJPക്ക് മാത്രമാണ് 240 ഉള്ളത്. അപ്പോൾ പലപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു വാദം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു വാദം ഉണ്ടായിരുന്നത് നിതീഷിനെയോ അല്ലെങ്കിൽ നാളെ ചന്ദ്രബാബു നായിഡുവിനെയോ ഞങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ മന്ത്രിസഭയെ തള്ളിയിടാമെന്നായിരുന്നു. കാരണം അവർ പലപ്പോഴും അവരെ പാളയത്തിലായിരുന്നു, കോൺഗ്രസിൻ്റെ പാളയത്തിലായിരുന്നു. മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു പാഠമായിരിക്കുകയാണ്. ഇന്ത്യയിൽ അത്ര പെട്ടെന്നൊന്നും BJPയെ കീഴടക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ഡൽഹി ഇലക്ഷനോടുകൂടി ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബീഹാർ ഇലക്ഷൻ വരുന്നുണ്ട് 5-6 മാസത്തിനകം. അപ്പോൾ ബീഹാർ ഇലക്ഷനിലും എനിക്ക് തോന്നുന്നത് BJPക്ക് ശക്തമായി നിലനിൽക്കാൻ കഴിയും. ഇപ്പോഴത്തെ ബഡ്ജറ്റിലൊക്കെ അവർക്ക് ബീഹാർ ബഡ്ജറ്റാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം ഡൽഹി ബീഹാർ എന്ന് പറഞ്ഞ പോലെയാണ് ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ഇതുപോലെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ RSSൻ്റെ ശക്തമായ പിന്തുണ ഇപ്പം ഡൽഹി ഇലക്ഷനിൽ അത് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഡൽഹി ഇലക്ഷനിൽ അടിത്തട്ടിൽ RSSൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് BJP ആം ആദ്മി പാർട്ടിക്ക് പല സീറ്റുകൾ നഷ്ടമായതും. ഈവൻ ഡൽഹിയിൽ പോലും കെജ്രിവാളിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് RSSൻ്റെ ശക്തമായ പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനം മധ്യവർഗത്തിൻ്റെയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൂർവാഞ്ജലികളുടെ ഇടയിലുമൊക്കെ നടത്തിയ പ്രവർത്തനം ഭയങ്കരമാണ്. ആ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇനിയും ബീഹാറിലും ഉണ്ടാവും. അപ്പോൾ തുടർച്ചയായിട്ടിപ്പോൾ ഒരു സപ്പോർട്ട് RSSൻ്റെ ഭാഗത്തു നിന്ന് BJP കിട്ടുന്നുണ്ട്. BJP ഒരു അബദ്ധം പറഞ്ഞു ഇടയ്ക്ക്. ഇനി RSS ഒന്നും ഇല്ല, ജനത പറയുകയുണ്ടായി, ഒറ്റയ്ക്ക് വിജയിക്കാനുള്ളതേ ഉള്ളൂ, ഇനി RSSൻ്റെ ഒന്നും പിന്തുണ വേണ്ട എന്ന് പറഞ്ഞപ്പം അതിന് കൊടുത്ത ഒരു ചെറിയ കൊട്ടാണ് UP എന്നാണ് പൊതുവെയുള്ള ഒരു നിഗമനം. ഇനി പക്ഷേ ഒന്ന് മൂക്ക് കുത്തിച്ചിട്ട് പിന്നീട് വന്ന എല്ലാ ഇലക്ഷനിലും മഹാരാഷ്ട്രയാവട്ടെ, ഹരിയാനയാവട്ടെ, ഡൽഹി ആവട്ടെ, എല്ലാത്തിലും BJPയെ ഉയർത്തി നിർത്തുന്ന വിധത്തിലാണ് RSS പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഒരുപക്ഷെ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും ചിത്രം വ്യത്യസ്തമാകാൻ വഴിയില്ല. ഇപ്പോഴത്തെ ഇത്രയും വലിയ ക്ലീനായിട്ടുള്ള ഒരു വരവ് വരുമ്പോൾ ഒരു ജൈത്ര യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വിജയിച്ചിങ്ങനെ വരുമ്പോൾ പലരും അതിൻ്റെ കൂടെ അണിചേരാനാണ് നിൽക്കുക. അതിനെ എതിർക്കാൻ അധികം പേര് നിൽക്കില്ല. അപ്പം പ്രത്യേകിച്ച് നിതീഷ് ഇപ്പം വളരെ ഒതുങ്ങിപ്പോകും. കാരണം നിതീഷിന് മനസ്സിലായിട്ടുണ്ട് മറ്റൊരു കെജ്രിവാളായിട്ട് തലതാഴ്ത്തി പോകുന്നതിനേക്കാൾ നല്ലത് ഇവരെ കൂടെ നിന്ന് രാജാവാകുന്നതാണ് എന്ന് നിതീഷിന് ഇന്നും പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ടാവും. അദ്ദേഹം അതിനെ ഇനിയിപ്പോൾ തുടരുകയുള്ളൂ. ബീഹാറിൽ അത്തരത്തിലൊരു ഇത് വരും. അതുകൊണ്ട് BJP സംബന്ധിച്ചോളം ഒരിക്കലും പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചോളം ഇനിയിപ്പോൾ 300 സീറ്റിലധികം ഇപ്പോൾ NDAക്ക് ഉണ്ട്. അപ്പോൾ അവിടെ സേഫാണ്, ഒരു വിധത്തിലും പ്രശ്നമില്ല. രാജ്യസഭയിലാണെങ്കിൽ ഇനി ഇപ്പോൾ ഈ പിടിച്ച സീറ്റ് സംസ്ഥാനങ്ങൾ മുഴുവനുണ്ടല്ലോ, അവിടുത്തെയൊക്കെ MP ഇനി വരാനിരിക്കുകയാണ്. ആ MP രാജ്യസഭയിൽ BJPക്ക് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യസഭയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു BJP ഉണ്ടാകുകയും ഇനി ലോക്സഭയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ജോയിൻറ്റ് സെഷൻ വെച്ചിട്ട് വരെ വോട്ട് ചെയ്ത് പലതിനെ തള്ളി മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് വരും. അതുപോലെ തന്നെ ശിവസേന, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണെങ്കിൽ ശിവസേനയും ശിരോമണി അകാലിദൾ, ശിവസേന ഒക്കെ മാറി ചിന്തിക്കുന്ന അവസ്ഥ വരും. ഈവൻ സൗത്ത് ഇന്ത്യയിൽ പോലും ചില പാർട്ടികൾ അങ്ങനെ മാറി ചിന്തിച്ചുകൂടായില്ല എന്നാണ് പറയുന്നത്. ഈ 2014 മുതൽ ഉള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ മോദി പ്രഭാവം ഉണ്ടോ? കാരണം അത് ഇന്നത്തെ ദിവസവും അതിന് പ്രസക്തിയുണ്ട്. കാരണം BJP ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെയാണ് മത്സരിച്ചത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്ന BJP നേതാക്കൾ ചാർത്തിക്കൊടുക്കുന്നതും നരേന്ദ്രമോദിക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും ഈ 2014 തുടങ്ങിയ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതുകൊണ്ട് ചോദിക്കുന്നു, ഇപ്പോഴും ഉണ്ടോ ഇന്ത്യയിൽ മോദി പ്രഭാവം? ഈ ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞെന്തറിയാമോ? പക്ഷെ മോദി ഈസ് എ ഫാന്റാസ്റ്റിക് മാൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനിപ്പോൾ ഒരു ഉത്തരം ലോക രാഷ്ട്രങ്ങൾ പോലും മോദി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. നരേന്ദ്രമോദി ഒരു വലിയ സ്റ്റേച്ചറാണ്. അദ്ദേഹം ഒരുപക്ഷെ കഴിഞ്ഞ BJPയുടെ വാജ്പേയിയേക്കാൾ പോലും മികവുള്ള നേതാവായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു. വാജ്പേയി ആണ് ആദർശം കൊണ്ടും വാക്കുകൾ കൊണ്ടും സൗമ്യത കൊണ്ടും പിന്നെ സഹൃദയത്വം കൊണ്ടും ഒക്കെ വലിയ നേതാവ്. പക്ഷേ അതിനേക്കാൾ വീര്യ ശൂര പരാക്രമിയായിട്ട്
നരേന്ദ്രമോദിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റാണ് മോദി അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അത് 240 ചുരുങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു മോദി പ്രഭാവം അസ്തമിച്ചു എന്ന രീതിയിലുള്ളത്. മോദി പ്രഭാവം അസ്തമിച്ചെങ്കിൽ മോദി തോൽക്കേണ്ടതായിരുന്നു. കാരണം മൂന്നാം ഊഴം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ പോലൊരു ബൃഹത്തായ രാഷ്ട്രത്തിൽ ഈ 1000-ലധികം ഡയലക്ട്സുകളുള്ള 100 കണക്കിന് ഭാഷകളുള്ള, ഔദ്യോഗിക ഭാഷ തന്നെ 160 മറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഒരു രാജ്യം, വിവിധ ഭാഷകൾ സംസാരിക്കുന്നത്, വിവിധ ആചാരങ്ങളുള്ള, വിവിധ ഭക്ഷണ രീതിയുള്ളത്, ഇങ്ങനത്തെ ഒരു വൈവിധ്യമായ ജനത. ഹിന്ദുവിന് ഇഷ്ടപ്പെടുന്നത് മുസ്ലിം ഇഷ്ടപ്പെടില്ല, മുസ്ലിം ഇഷ്ടപ്പെടുന്നത് സിഖിന് ഇഷ്ടപ്പെടില്ല, സിഖിന് ഇഷ്ടപ്പെടുന്നത് പാഴ്സിക്ക് ഇഷ്ടപ്പെടില്ല, ബുദ്ധന് ഇഷ്ടപ്പെടില്ല, ജൈനന് ഇഷ്ടപ്പെടില്ല, ഹിമാചലിൽ പറയുന്ന കാര്യമായിരിക്കില്ല കന്യാകുമാരി വന്ന് പറയേണ്ടത്. ഇങ്ങനെ നമ്മൾ മലയാളിയോട് പറയുന്നതായിരിക്കില്ല തമിഴിനോട് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ, ഇതൊരു സബ് കോണ്ടിനെൻ്റ് എന്നല്ല പറയുന്നത്, ഇതൊരു കോണ്ടിനെൻ്റ് തന്നെയാണ്. അതായത് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാലും പോരാ. കാരണം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും കൂടി ചേർത്ത് ഭരിക്കാൻ എളുപ്പമാണ്. കാരണം ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ഇംഗ്ലണ്ടിൻ്റെയൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. കൾച്ചർ ഒരു സിമിലർ സാംസ്കാരിക നിലയുണ്ട്. അതുപോലും ഇന്ത്യയിലില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ബംഗാളിയുടെ രീതിയല്ല നമുക്ക്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമാണ്. അപ്പം അതിനെയെല്ലാം പിടിച്ചിങ്ങനെ നിർത്തി ഒരു ഏകത്വത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഹിന്ദുത്വത്തിൻ്റെ ചരട്, ദേശീയതയുടെ ചരട് എല്ലാം ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറിനൊരു കോട്ടവും വന്നിട്ടില്ല. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് ഇപ്പോഴും. ഇനി വരും കാലങ്ങൾ അദ്ദേഹം തന്നെ അസംബ്ലി പറഞ്ഞില്ല, പാർലമെന്റിൽ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് കാര്യം കെജ്രിവാൾ ആയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വെടി പൊട്ടിച്ചത്. ഇദ്ദേഹം മോദി വിരമിക്കുമോ എന്ന് വ്യക്തമാക്കണമെന്ന്. കെജ്രിവാൾ അങ്ങനെ പറഞ്ഞെങ്കിലും മോദി അതിന് മറുപടി പറഞ്ഞില്ല. മോദി പറയേണ്ട സമയം വന്നപ്പോഴേ പറഞ്ഞുള്ളൂ. മോദിക്കറിയാം ഇന്നലെയാണിത് പറയേണ്ടത്. കാരണം ഇന്ന് കെജ്രിവാൾ വീഴാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെയാണിത് പറയേണ്ടത്. അദ്ദേഹത്തിന് പറയേണ്ടത് എപ്പോഴാണെന്ന് അറിയാം. ആ കറക്റ്റ് സമയത്ത് തന്നെ പറഞ്ഞു, ഞാൻ പെട്ടെന്നൊന്നും പോകുന്നില്ല, നീയാ ഇവിടെയൊക്കെ തന്നെ കാണും എന്ന് ഇന്നലെ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ നീ അധികം നാളെ കാണില്ല എന്നുള്ളതും കൂടെയാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം മറ്റു പല ഇന്ത്യയെ അദ്ദേഹത്തിന് അറിയാം. അതിന് യാതൊരു സംശയവുമില്ല. എവിടെ എന്ത് എപ്പോൾ പറയണം അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ RSS ഇല്ലാതെ തന്നെ BJP വളരുന്നൊക്കെ പറഞ്ഞതിൽ ഇനി അദ്ദേഹത്തിൻ്റെ റോളുണ്ടോ എന്നറിയില്ല. അത് നദ്ദ പറഞ്ഞെങ്കിലും അദ്ദേഹം കൂടെ അറിയാതെ അത് പറയില്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തിയില്ല. അല്ല, അദ്ദേഹം ദൈവമാണെന്ന് സ്വയം പറഞ്ഞു. അതെ, അതൊന്നും RSS ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇപ്പം അധികാരത്തിന് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ആൾക്കാർ, റഷ്യയിൽ ചെന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അദ്ദേഹത്തിനെ റെഡ് കാർപ്പറ്റ് വെൽക്കം, ബുഷിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ട്രംപിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പം അറിയാതെ ചിലപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് അമാനുഷികമായൊരു ശക്തി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം വ്യാസൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ നീ മനുഷ്യനാകുന്നു, അതുകൊണ്ട് തന്നെ നീ ദുർബലനാണ് എന്ന് വെച്ചാൽ, ഇനി രാമനായാലും ലക്ഷ്മണനായാലും ശ്രീകൃഷ്ണനായാലും ശരി, മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ദൗർബല്യമുണ്ട്. ആ ദൗർബല്യം സൂക്ഷിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നിന്നെ അടിച്ചിടാൻ കഴിയും എന്നുള്ളൊരു പാഠം വ്യാസൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് കെജ്രിവാളിനും അതിനേക്കാൾ വലിയ ഇതായിട്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കും ഒക്കെ ബാധകമാണ്. ജയിക്കാനായി ജനിച്ചവനാണ് കെജ്രിവാൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് തോൽക്കാനായി ജനിച്ചവനായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.